ഐസ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളൊരു വോൾ ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു കിട്ടിയിരുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ഇവിടെ ഒക്കെ ഒന്ന് ബ്ലാക്ക് കളർ കൊടുക്കട്ടോ. നമുക്ക് നല്ല ഇതാണ് പൊട്ടിച്ചിട്ടില്ല ഗൈസ്. ഇത് ഈ കളർ ഇതിന് ആയി കൊടുക്കട്ടെ. ഇങ്ങനെ ബ്ലാക്ക് കളർ ഇതിന് ആഡ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും തികയില്ല എന്ന്, നമ്മൾ തികയിക്കും. ഇപ്പോഴാണ് ഒരു സത്യാവസ്ഥ ഗൈസ്. ഫസ്റ്റ് കോട്ട് അടിച്ച് ഉണങ്ങിയിട്ട് പിന്നെയും കൊടുക്കണം എന്നുള്ള സത്യാവസ്ഥ എപ്പോഴാണ് അറിയുന്നത്. ഫസ്റ്റ് കോട്ട് അടിക്കണം. കണ്ടോ, ഞാൻ ചെറുതായിട്ട് പിടിക്കുള്ളൂ. ഫസ്റ്റ് കോട്ട് കൊടുത്ത് പിടിപ്പിക്കണം. നോക്കട്ടെ പിടിക്കുമോ. പൊടിക്കലൊക്കെ ഉണ്ട്, പക്ഷെ അത്ര കണ്ട് കളറൊന്നും വരുന്നില്ല. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് കോട്ടൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞ് ഇത് മതി. ഇപ്പോൾ തൽക്കാലം ബ്ലാക്ക് എവിടെ അധികം ഇത് എത്തിയിട്ട് ചെയ്യുന്നാലും ഇതിന് ഉണങ്ങി വരുമെന്ന് ഡൗട്ടാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് കൊടുക്കണം. പിന്നെ മൂടി കൊടുക്കണം. ഈ ഫാദർ ഈസ് കോളിങ് പറഞ്ഞ അവസ്ഥയാണ്. നമുക്കിതിൻ്റെ ഉള്ളിലൊരു ജസ്റ്റ് വിറ്റോ ക്വാളിറ്റി അല്ല, ജസ്റ്റ് നമ്മുടെ ഇതിലെ കോമ്പിനേഷൻ ഏതാണ്? ഇതൊരു ഓറഞ്ചാണ്, കാണുന്നുണ്ടോ അറിയില്ല. ഈ ലൈറ്റ് ആണോ എന്ന് അറിയില്ല. ഇതൊരു യെല്ലോ ആണ്. യെല്ലോ കാണുന്നുണ്ട്. ഇത് ഒരു റെഡ് പോലെ കൊടുത്തിട്ട് സസ്യവാളാണ്. എന്തായാലും കുഴപ്പമൊന്നും ചെയ്യാം. അസിസ്റ്റന്റിനെ കാണിച്ചിരുന്നു. അസിസ്റ്റന്റ് ഒന്ന് ഇതിലേക്ക് വരുമോ? ദിസ് ഈസ് മൈ അനിയൻ ഗൈസ്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോളി, ഇതിൻ്റെ അനിയനാണ്. എപ്പോഴൊന്നും കിട്ടിയെന്ന് തരില്ല. നമ്മളൊന്ന് പെയിന്റ് കൊടുക്കാം. ജസ്റ്റ് അടിക്കാൻ പാടില്ലേ, നല്ലോണം വാൾ ഡെക്കോറൊക്കെ ആക്കാൻ പറ്റിയ സാധനമാണ്. ചെറിയ സൗണ്ടൊക്കെ കേൾക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഐറ്റം കളർ ഇങ്ങനെ ലൈറ്റാക്കി കൊടുക്കണം. ഞാൻ അടുത്തത് എല്ലാം ചെറിയ തല്ലൊക്കെ ഉണ്ടാവും. വീടൊക്കെ അങ്ങനത്തേനൊക്കെ ഉണ്ടാവും. കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഉണങ്ങിയാണ്. ഇങ്ങനെ ചെറിയ റെഡി ആയിട്ട് ചെയ്യാം. എന്നാലും നമുക്കിങ്ങനെ സമരമേലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.